Hello friends, welcome to our channel. അപ്പോൾ നമ്മുടെ സാംസങ് S23 അൾട്രയിലും S23 സീരീസിലൊക്കെ നമുക്ക് ഫുൾ ലേറ്റസ്റ്റ് ഡിസംബർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 3-4 ദിവസം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ലേറ്റസ്റ്റ് ലാസ്റ്റ് വന്ന ഡിസംബർ അപ്ഡേറ്റിൻ്റെ സ്ക്രീൻഷോട്ട്, അല്ലാതെ ഒറിജിനൽ തന്നെയാണ്. ഇതിന് നമുക്ക് ഇപ്പോൾ 1 UI വേർഷൻ വരുന്നത് 6.1 തന്നെയാണ്. ആൻഡ്രോയിഡ് വേർഷൻ 14 ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈസ് വരുന്നത് ഓൾമോസ്റ്റ് ഒരു 400 MB സൈസ് വരുന്നുണ്ട് കേട്ടോ. സെക്യൂരിറ്റി പാച്ച് ലെവൽ ഡിസംബർ 2024 ആണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഓട്ടോ ബ്ലോക്കർ എന്ന് പറഞ്ഞൊരു ഫീച്ചർ നിങ്ങൾക്ക് അറിയാം. ലേറ്റസ്റ്റ് സാംസങ്ങിന്റെ ഫോണുകളിലൊക്കെ വരുന്ന ഒരു കിടിലൻ ഫീച്ചറായിരുന്നു ഓട്ടോ ബ്ലോക്കർ എന്ന് പറഞ്ഞിട്ട്. ആ സാധനം ഇപ്പോൾ ഈ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമുക്കത് എനേബിൾ ആയിട്ടേ വരുള്ളൂ. അതായത് ഓട്ടോ ബ്ലോക്കർ എന്ന് പറഞ്ഞൊരു എക്സ്ട്രാ ലെയർ ഓഫ് സെക്യൂരിറ്റിയാണ് നമ്മുടെ ഫോണിനെ എന്താ പറയുക തേർഡ് പാർട്ടി അസസിൽ നിന്നും അതുപോലെ തന്നെ മാൾവെയർ എന്ന സംഭവത്തിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്റ്റേണൽ ആയിട്ട് USB കുത്തിയിട്ട് ഹാക്ക് ആവുന്നൊക്കെ പരിപാടി ഉണ്ടല്ലോ, അതിനൊക്കെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് ഓട്ടോ ബ്ലോക്ക് എന്ന സാധനം. അതിപ്പോൾ നമ്മൾ എന്താ പറയുക അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഡിസേബിൾ ആണെങ്കിൽ തന്നെ എനേബിൾ ആയിട്ടാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതോടെ ഇതിൻ്റെ ഓട്ടോ ബ്ലോക്കറിൻ്റെ കാര്യം ആഫ്റ്റർ ദ അപ്ഡേറ്റ് വെൻ ഓട്ടോ ബ്ലോക്കർ ഇസ് ഓൺ വിത്ത് മാക്സിമം റെസ്ട്രിക്ഷൻ, അതായത് ഓട്ടോ ബ്ലോക്കറിൻ്റെ ഉള്ളിൽ വേറൊരു എക്സ്ട്രാ ലെയർ ഓഫ് സെക്യൂരിറ്റിയാണ് മാക്സിമം റെസ്ട്രിക്ഷൻ എന്നൊരു സാധനം കണ്ടു. ഇതാണ് ഓട്ടോ ബ്ലോക്കർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സെറ്റിംഗ്സിൽ പോയിട്ട് വേറെ സെക്യൂരിറ്റി ഫീച്ചേഴ്സിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓട്ടോ ബ്ലോക്കർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ ഓട്ടോ ബ്ലോക്കർ ഹെൽപ്സ് ടു കീപ് യു സേഫ് ഫ്രം സെക്യൂരിറ്റി ത്രെറ്റ്, സസ്പീഷ്യസ് ആക്ടിവിറ്റി ആൻഡ് പ്രൈവസി റിസ്ക്. അതുപോലെ തന്നെ ബ്ലോക്ക് ആപ്പ് ഫ്രം അൺഓതറൈസ്ഡ് സോഴ്സ്, ബ്ലോക്ക് കമാൻഡ്സ് ബൈ USB കേബിൾ, ബ്ലോക്സ് മാൾവെയർ ഇമേജസ് ഇൻ മെസ്സേജിംഗ് ആപ്പ്, ബ്ലോക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ബൈ USB കേബിൾ. അതുപോലെ തന്നെ ഇതല്ലാണ്ട് തന്നെ താഴെ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും മാക്സിമം സെക്യൂരിറ്റി റെസ്ട്രിക്ഷൻസുമായിട്ട്. ഇത് കഴിഞ്ഞാൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് വരും, പക്ഷേ നമ്മുടെ ഫോൺ സെക്യൂരിറ്റി കൂടും കേട്ടോ, ഭയങ്കരമായിട്ട് സെക്യൂരിറ്റി കൂടും. ഞാൻ ആക്ച്വലി അതൊക്കെ എനേബിൾ ചെയ്തിട്ട് വെച്ചേക്കുന്നത്. നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ സൈബർ വേൾഡിൽ നമുക്ക് നമ്മുടെ ഡാറ്റാസ് സേവ് ചെയ്ത് വെക്കാനാണ് ഏറ്റവും വലിയ സംഭവം. ഞാൻ അത് മാത്രമല്ല, ഞാൻ ഇതിൽ ആൻറ്റിവൈറസ് ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ എല്ലാ ഡിവൈസിലും ഉപയോഗിക്കുന്നുണ്ട്, ഇൻക്ലൂഡിങ് മാക്OS ആയിക്കോട്ടെ, വിൻഡോസ് ആയിക്കോട്ടെ, ആൻഡ്രോയിഡ് ആയിക്കോട്ടെ, iOS ആയിക്കോട്ടെ, എല്ലാത്തിലും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ഇതിൽ ഞാൻ ഇപ്പോൾ S23 ഞാൻ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഡിവൈസിൽ ഞാൻ ഉപയോഗിക്കുന്നത് ബിറ്റ് ഡിഫൻഡർ ആണ് കേട്ടോ. ബിറ്റ് ഡിഫൻഡർ ആണ് ഇത്. ഞാൻ നമ്മുടെ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇപ്പോൾ എൻ്റെ വിൻഡോസിലൊക്കെ ഞാൻ ഉപയോഗിക്കുന്നത് നോർട്ടൺ ആണ്. അതുപോലെ തന്നെ മാക്OSൽ ഞാൻ ഉപയോഗിക്കുന്നത് എന്താ പറയുക McAfee ആണ്. iOSൽ ഉപയോഗിക്കുന്നത് McAfee ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വേണമെങ്കിൽ iOSലും കാണിച്ചു തരാം. ഇതൊക്കെ ഒറിജിനൽ വേർഷൻ ആണ്, അല്ലാണ്ട് ട്രയലോ സംഭവം ഒന്നല്ല കേട്ടോ. ഇവിടെ മെക്കു അവിടെ പോയി മെക്കു. ഇതാണ് McAfeയുടെ കണ്ടോ. ഇതെല്ലാം ഒറിജിനൽ വേർഷനാണ്. McAfee സെക്യൂരിറ്റി മൊബൈൽ എഡിഷൻ. ഇതാകുമ്പോൾ ബിറ്റ് ഡിഫൻഡർ ആൻഡ്രോയിഡ് സെക്യൂരിറ്റി വേണ്ടി നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് ഏറ്റവും വില കുറവാണ് കേട്ടോ നമ്മുടെ ആൻഡ്രോയിഡ് സെക്യൂരിറ്റിക്ക് മൊബൈൽ ആൻറ്റിവൈറസിനൊക്കെ. ആമസോണിൽ ഭയങ്കര വില കുറവാണ്, ഒരു 100 രൂപ താഴേക്ക് വരുള്ളൂ. അല്ലെങ്കിൽ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. എക്സ്ട്രാ ലെയർസ് പ്രൊട്ടക്ഷൻ കിട്ടും, അല്ലെങ്കിൽ ഒരു ഫയർ വാളെങ്കിലും എക്സ്ട്രാ ലെയർ ഫയർ വാൾ കിട്ടും. ഇൻബിൽഡായിട്ട് നമുക്ക് സാംസങ്ങിലൊക്കെ ഇൻബിൽഡായിട്ട് ആൻറ്റിവൈറസ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു McAfee എന്നുണ്ട്, അല്ലാണ്ട് തന്നെ ഞാനൊരു എക്സ്ട്രാ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞാണ്. അപ്പോൾ ഇതല്ലാണ്ട് മേജർ അപ്ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ അപ്ഡേറ്റിന് ശേഷം ആക്ച്വലി ബാറ്ററി ബാക്കപ്പ് ചെറുതായിട്ട് കുറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അത്യാവശ്യം ഇപ്പോൾ നോർമലിനെക്കാട്ടും എനിക്ക് തോന്നുന്ന ഒരു 3-4 മണിക്കൂർ കുറഞ്ഞ പോലെ ഉണ്ട്. അതാണ് മെയിനായിട്ട് ഇങ്ങനെ നോട്ടീസ് ചെയ്ത സാധനം ആഫ്റ്റർ അപ്ഡേറ്റ്. എന്താ പറയുക, പെർഫോമൻസിനോ കാര്യമൊന്നും സംഭവമൊന്നുമില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ക്യാമറയും എനിക്ക് ഡൗൺഗ്രേഡ് കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ എൻ്റെ ഇതുവരെയായിട്ട് എനിക്ക് ക്യാമറ ഡൗൺഗ്രേഡ് ഒന്നും വിഷയം തോന്നിയിട്ടില്ല കേട്ടോ. എൻ്റെ S23 ആയിക്കോട്ടെ, S23 അൾട്രയിൽ ആയിക്കോട്ടെ, അതൊന്നും ക്യാമറ ഡൗൺഗ്രേഡ് അത് കുറച്ച് പേർക്കാണ് വരുന്നുള്ളൂ. ആ പരിപാടി എല്ലാവർക്കും വരുന്നില്ല, പെർസെൻറ്റേജ് ഭയങ്കര കുറവാണ്. ഞാൻ അത് നോട്ടീസ് ചെയ്തിട്ടില്ല. മെയിനായിട്ട് ഞാൻ നോട്ടീസ് ചെയ്തത് നമ്മുടെ ഈ ബാറ്ററി ബാക്കപ്പ് കുറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ശരിക്കും നോട്ടീസ് ചെയ്തു. പിന്നെ വേറെ ഒന്നും അതിൽ കാര്യമൊന്നും നോക്കിയില്ല. പെർഫോമൻസ് സംഭവമൊന്നും വലിയ ഡിഫറൻസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ മെമ്മറി ചെറുതായിട്ട് കൂടിയിട്ടുണ്ട്. നിങ്ങൾക്ക് 256 GB വെർഷനാണിത്, 12 GB 256 GB വെർഷൻ. അത് മാത്രമല്ല റാം യൂസേജ് ചെറുതായിട്ട് ഒരു 1 GB കൂടിയിട്ടുണ്ടെന്ന് സംശയമുണ്ട്. ഞാൻ കാണിച്ചുതരാം. നോർമലി ഇത് ഇപ്പോൾ എവിടെ അത് ഡിവൈസ് കെയറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം കണ്ടോ. 12 GB റാമിൽ 6.6 GB നോർമൽ ഒന്നും എല്ലാം ക്ലോസ് ചെയ്തിട്ടിരിക്കുമ്പോൾ തന്നെ 6.6 GB യൂസ് ചെയ്യുന്നുണ്ട്. നോർമലി നമ്മൾ ബാക്കിയെല്ലാം ഉപയോഗിച്ചിട്ട് തന്നെ എനിക്ക് ഒരു 7 GB താഴെയൊക്കെ വരാറുള്ളൂ. ഇത് പക്ഷേ നമ്മളിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സാധനം എല്ലാം ക്ലീൻ ചെയ്തിട്ട് തന്നെ ഓൾമോസ്റ്റ് 6.7 വന്നിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 GB ഡാറ്റ റാം യൂസേജ് ഈ അപ്ഡേറ്റിന് ശേഷം കൂടിയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത് ആരെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ബാറ്ററി ബാക്കപ്പും കുറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ മേജറായിട്ട് ഇതിൽ വന്നേക്കുന്ന ഒരു ഫീച്ചർ. പക്ഷേ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ റെക്കമെൻഡഡ് ആണ്. പക്ഷേ നിങ്ങളുടെ ഫോൺ വാറണ്ടി ഔട്ട് ഓഫ് വാറണ്ടി ആണെങ്കിൽ അത് ഒന്ന് പതുക്കെ ചെയ്താൽ മതി. എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ഫോണുകൾ ഇപ്പോൾ ഔട്ട് ഓഫ് വാറണ്ടി ഉള്ളത്, ഇൻക്ലൂഡിങ് എല്ലാ ബ്രാൻഡും ഐഫോൺ എല്ലാം ഡിസ്പ്ലേ പോകുന്നുണ്ട്. അപ്പോൾ
അണ്ടർ വാറണ്ടി ആണെങ്കിൽ പിന്നെ നമുക്ക് ഇഷ്യൂസ് ഇല്ല, നമുക്ക് വാറണ്ടിയിലാണെങ്കിൽ നമുക്ക് കിട്ടും. അപ്പോൾ പക്ഷേ ഔട്ട് ഓഫ് വാറണ്ടി ആണെങ്കിൽ സംശയമാണ്, പിന്നെ അതിൻ്റെ പിന്നാലെ കുറേ നടക്കണം. പിന്നെ ഐഫോൺ ആണെങ്കിൽ പിന്നെ തിരിഞ്ഞ് നോക്കണ്ട, എന്തായാലും കിട്ടില്ല. ബാക്കിയുള്ള ബ്രാൻഡുകൾ i1+ ഇപ്പോൾ എന്തായാലും ലൈഫ് ടൈം വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതല്ലാണ്ട് ബാക്കിയെല്ലാം ഡിപ്പെൻസ് ആണ്, നമ്മളവരെ കോൺടാക്ട് ചെയ്ത് പിന്നെ കുറച്ച് പുലുവലൊക്കെ നടക്കേണ്ടി വരും. ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിന് S23 ഇതുപോലെ ഇഷ്യൂ ഉണ്ടായിട്ട് അവൻ ഇതുപോലെ സാംസങ്ങിനെ കോൺടാക്ട് ചെയ്തു, സാംസങ്ങിനെ ട്വീറ്റ് ചെയ്തു, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇത് ലാസ്റ്റ് മാറ്റി കൊടുത്തു വരും. അപ്പോൾ അങ്ങനെ കുറേ പുലുവല പിടിക്കേണ്ടി വരും. അപ്പോൾ അതാണ് ഇഷ്യൂ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് മാത്രമേ കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ 3ാമത്തെ ചാനൽ കാണാത്തവരെ കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യാം. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. ലിങ്ക് കളിക്കാൻ താഴെ കൊടുത്തിട്ട് ഫോളോ ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. അടുത്ത് കാണാം.